ഒരു കാലഘട്ടത്തിൽ കെനിയയിലെ മനുഷ്യരുടെ ഉറക്കം കെടുത്തിയിരുന്ന, അവരെ കൊണ്ട് തീ തീറ്റിപ്പിച്ചിരുന്ന രണ്ട് സിംഹങ്ങളുടെ ചോരമണക്കുന്ന നരവേട്ടയുടെ കഥ പറയാം. വർഷം 1898. അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് ഇന്നത്തെ കെനിയയിൽ കെനിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന മാസീവായിട്ടുള്ള ഒരു റെയിൽവേ പ്രൊജക്ടിന്റെ പണി നടക്കുന്ന കാലഘട്ടം. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ ഹെൻറി പീറ്റേഴ്സന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വരുന്ന കെനിയൻ ഗോത്രവംശജരും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ജോലിക്കാർത്ഥം കപ്പലിൽ കടത്തിക്കൊണ്ടുപോയിട്ടുള്ള നിരവധി ഇന്ത്യക്കാരും ചേർന്നുള്ള വലിയൊരു സംഘമാണ് ഈ ദൗത്യത്തിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പുരോഗമിച്ച് കെനിയയിലെ സാവോ എന്ന് പറയുന്ന പ്രദേശത്തെത്തുമ്പോൾ ക്യാമ്പ് സൈറ്റിൽ രാത്രി ടെന്റുകളിൽ വിശ്രമിക്കാൻ കിടക്കുന്ന ചില ജോലിക്കാർ അപ്രതീക്ഷിതമായി മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് പല കെട്ടുകഥകളും ലേബർ ക്യാമ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും ആ പ്രദേശത്ത് തന്നെ നിലകൊണ്ടിരുന്ന രണ്ട് യങ് ലയൺസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ കേണൽ പാറ്റേഴ്സന് അധികം സമയം വേണ്ടി വന്നില്ല. തുടർന്ന് അങ്ങോട്ട് 9 മാസക്കാലം പാറ്റേഴ്സണും സംഘവും ഈ സിംഹങ്ങളെ പിടികൂടുവാനോ കൊല്ലുവാനായിട്ട് പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല എന്ന് മാത്രമല്ല, മരണങ്ങളുടെ എണ്ണം ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. ആ ഒരു കാലയളവിൽ 135ഓളം മനുഷ്യരെയാണ് ഈ രണ്ട് സിംഹങ്ങൾ ചേർന്ന് കൊന്നു ഭക്ഷിച്ചത് എന്ന് കണക്കുകൾ പറയുന്നു. അങ്ങനെ 1898 ഡിസംബർ മാസത്തിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം അതിൽ ഏറ്റവും അഗ്രസീവായിട്ടുള്ള സിംഹത്തെ പാറ്റേഴ്സൺ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഇരുന്നുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തുകയാണ്. 20 ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ സിംഹത്തെയും പാറ്റേഴ്സൺ വകവരുത്തുന്നു. ഇന്നിപ്പോൾ 127 വർഷങ്ങൾക്ക് ശേഷം സാവോ മാനിറ്റേഴ്സ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ആ രണ്ട് സിംഹങ്ങളുടെ സ്കള്ളും റീകൺസ്ട്രക്ട് ചെയ്ത ശരീരവും ചിക്കാഗോയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ചില്ലിട്ട കൂട്ടിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് കാണാം. തുടർന്നും ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.